നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗർഭിണി വെന്തു മരിച്ച സംഭവത്തിൽ കാറിന് തീ പിടിക്കാനുള്ള കാരണം കണ്ടെത്താനായില്ല. കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പിടിച്ചതെന്നാണ് ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പെട്രോളിൽ ഓടുന്ന വാഹനത്തിന്റെ ടാങ്കിൽ ചോർച്ച കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിവരം. എഞ്ചിന്റെ റേഡിയേറ്റർ ഭാഗത്തും തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. വാഹനത്തിലെ AC ഭാഗത്തും ഫോറൻസിക് വിഭാഗം പ്രശ്നങ്ങൾ കണ്ടെത്തിയില്ല. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീപിടുത്തത്തിനുള്ള കാരണം കണ്ടെത്താനാകൂ എന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം പോലീസും അന്വേഷണം ആരംഭിച്ചു. അപകട കാരണം കണ്ടെത്തുന്നതിനൊപ്പം കാറിൽ പെട്രോൾ, ഡീസൽ, മറ്റെന്തെങ്കിലും തീപിടുത്ത സാധ്യതയേറിയ വസ്തുക്കൾ എന്നിവ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. കാറിന്റെ ഉൾവശമാണ് കൂടുതലും കത്തിയത്. ബോണറ്റ്, എഞ്ചിൻ തുടങ്ങിയ ഭാഗങ്ങൾ കൂടുതലായി കത്തിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയാലേ തീപിടുത്ത കാരണം പറയാനാകൂവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ മേപ്പയൂർ ഇൻസ്പെക്ടർ A. അജീഷ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി രജിൻലാലിന്റെ ഭാര്യ പൂവത്തുംചാലിൽ സോനയാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. കാർ ഓടിച്ച ഭർത്താവ് രജിൻലാൽ 60% പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തും. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മരിച്ച സോന 6 മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് ഏവരുടെയും നെഞ്ചുലയ്ക്കുന്നത്. ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച കാറാണ് പെട്ടെന്ന് കത്തിയമർന്നത്. റോഡിലൂടെ പോവുകയായിരുന്ന കാറിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് രജിൻ പുറത്തിറങ്ങിയെങ്കിലും കാറിന്റെ പിൻഭാഗത്തെ സീറ്റിലായിരുന്ന സോന ഡോർ ലോക്കായതിനാൽ ഉള്ളിൽ കുടുങ്ങുകയായിരുന്നു. രജിൻലാൽ സമീപത്തെ തോട്ടിലിറങ്ങിയാണ് വസ്ത്രത്തിലെ തീയണച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ രജിൻ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ രജിൻ പറഞ്ഞപ്പോഴാണ് കാറിനുള്ളിൽ സോനയും ഉണ്ടെന്നത് മനസ്സിലായത്. അതിനിടെ വലിയ തോതിൽ കാറിൽ തീ പടർന്നിരുന്നു. പേരാമ്പ്രയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്ത് എത്തിയ ശേഷമാണ് സോനയുടെ മൃതദേഹം പുറത്തെടുത്തത്. കാറിന്റെ മുൻഭാഗത്ത് വലിയ തോതിൽ തീപിടിച്ചിട്ടില്ല. മേപ്പയൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സോനയുടെ മൃതദേഹം ശനിയാഴ്ച രാത്രി പാലേരി കല്ലിക്കണ്ടിയിലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. 3 വർഷം മുമ്പാണ് രജിൻലാലും സോനയും വിവാഹിതരായത്. പ്രണയവിവാഹമായിരുന്നു. വിദേശത്തായിരുന്ന രജിൻലാൽ 1 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉൾപ്പെടെ വാഹനങ്ങൾ കത്തുന്നത് സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും പറയുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് പ്രധാന കാരണം. ലൈറ്റ്, ഹോൺ, ക്യാമറ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ പലരും മാറ്റാറുണ്ട്. അതിനായി വയറുകൾ മുറിക്കുകയും നീളം കൂട്ടുകയും ചെയ്യും. ഇത് ചില ഭാഗങ്ങളിൽ വയർ ചൂടായി ഇൻസുലേഷൻ നഷ്ടപ്പെട്ട് ഷോർട്ട് സർക്യൂട്ടിനും തീപിടുത്തത്തിനും കാരണമാകും. കൃത്യമായ ഇടവേളകളിൽ വാഹനം പരിശോധിക്കുക, വയറിംഗ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക, ലൈറ്റുകളിൽ ഉൾപ്പെടെ മാറ്റം വരുത്താതിരിക്കുക, അംഗീകൃത സ്ഥാപനങ്ങളിൽ മാത്രം സർവീസ്, നിലവാരമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങൾ ഒഴിവാക്കുക, ഇന്ധന ടാങ്ക് ഉൾപ്പെടെ പരിശോധിക്കുക. പലരും കൂടുതൽ ശക്തിയുള്ള ഹെഡ്ലൈറ്റുകൾ വയ്ക്കാൻ വയറിംഗ് മാറ്റാറുണ്ട്. ഇതുൾപ്പെടെ നിയമവിരുദ്ധമാണ്. ചെറുവണ്ണൂരിനെ കണ്ണിയിലാഴ്ത്തിയ കാർ അപകടം ഒരു നാടിനെയാകെയാണ് വിറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി രജിൻലാലിന്റെ ഭാര്യ പൂവത്തുംചാലിൽ സോനയാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. കാർ ഓടിച്ച ഭർത്താവ് രജിൻലാൽ 60% പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തും. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സോനയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴൊക്കെ തന്നെ നെഞ്ചു തല്ലി കരയുന്ന ഒരു അമ്മയെ നമ്മളെല്ലാവരും കണ്ടു. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഒന്നായ രജിൻലാലിന്റെയും സോനയുടെയും ജീവിതത്തിലേക്ക് ആദ്യത്തെ കൺമണി വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കുടുംബം. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ പ്രതീക്ഷകളെല്ലാം ആളിപ്പടർന്ന തീയിൽ കത്തിയമർന്നു. അമ്മയുടെ വയറ്റിൽ കിടന്ന ആ പിഞ്ചു കുഞ്ഞും നിമിഷ നേരം കൊണ്ടാണ് കാറിനുള്ളിൽ കത്തിച്ചാമ്പലായത്. തൻ്റെ ആദ്യ കൺമണി ഒന്ന് കാണാൻ പോലും സാധിക്കാതെയാണ് സോന ഈ ലോകത്തോട് വിട പറഞ്ഞത്. ശരീരമാകെ തീ പടർന്ന നിലയിൽ പുറത്തെത്തിയ രജിൻലാൽ ഭാര്യയെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ആഘാതത്തിലാണ്. നാട്ടുകാർ ഓടിയെത്തി സോനയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രണയ ജീവിതവും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായതിൻ്റെ വലിയ ഞെട്ടലാണ് ബന്ധുക്കളും നാട്ടുകാരും.
പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ഒരു കുഞ്ഞു ജീവനും അമ്മയും ദാരുണമായി വിട പറഞ്ഞത് കണ്ടു നിൽക്കാനാവാതെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ആ നാട് മുഴുവൻ. നാട്ടുകാരെല്ലാം ഒത്തൊരുമിച്ച് കൈമയും മറന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് തീ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. എന്നാൽ അപകടത്തിൽപ്പെട്ടത് കക്കറമുക്ക് സ്വദേശിയും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനുമായ രജിൻലാലും ഭാര്യ സോനയുമാണെന്ന വിവരം അറിഞ്ഞതോടെ പ്രദേശം ഒന്നടങ്കം കണ്ണീരിലായി. ദമ്പതികൾക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ വലിയൊരു ജനക്കൂട്ടം തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും സോനയുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഒന്നായ രജിൻലാലും സോനയും തങ്ങളുടെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. ആ വലിയ സന്തോഷത്തിനിടയിലാണ് ഗർഭിണിയായ പ്രിയതമയുടെ ദാരുണ അന്ത്യം രജിൻലാലിനെ കൺമുന്നിൽ കാണേണ്ടി വന്നത്. റോഡിലേക്ക് കടന്ന് അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും വയലിന് നടുവിലുള്ള വിജനമായ സ്ഥലത്ത് വെച്ചാണ് കാറിൽ പെട്ടെന്ന് തീ പടർന്നത്. രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്ത ഒതയോത്ത് മുഹമ്മദിന്റെ വാക്കുകളിൽ ആ ഭീകര നിമിഷങ്ങൾ വ്യക്തമാണ്. വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടാണ് നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും കാറിൽ തീ ആളിപ്പടർന്നിരുന്നു. വസ്ത്രത്തിലാകെ തീ പടർന്ന നിലയിൽ രജിൻലാൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ വയലിലെ വെള്ളം ഒഴിച്ച് ഇയാളുടെ ശരീരത്തിലെ തീ കെടുത്തി. കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന കാര്യം ആദ്യ നിമിഷങ്ങളിൽ ആർക്കും മനസ്സിലായിരുന്നില്ല. പിന്നീട് സോന ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ലോക്കായതിനാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഒടുവിൽ സോനയെ പുറത്തെടുത്ത് ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകുമ്പോൾ നേരിയ ജീവന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ ആ ജീവൻ പൊലിയുകയായിരുന്നു. കൺമുന്നിൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കത്തിയമർന്നതിന്റെ വൻ ആഘാതത്തിലാണ് ഇപ്പോൾ ആ ഗ്രാമം മുഴുവൻ. ഏതായാലും വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള പരിശോധന, ഇടവേളകളിൽ പരിശോധന വാഹനങ്ങൾക്ക് വേണ്ടതാണ്. പ്രത്യേകിച്ച് യാത്രകൾ പുറപ്പെടുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലടക്കം ഇപ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുന്നതും വർദ്ധിക്കുകയാണ്.